ഇതെല്ലാം നിലയിലാണ് നമ്മുടെ നാട് മാറുന്നതെന്നാണ് നോക്കേണ്ടത്. ആളുകളെ നമ്മൾ തള്ളി വിട്ടുകൊടുക്കുകയാണോ വേണ്ടതിന്? ഇങ്ങനൊരു മഹാമാരി വരുമ്പോൾ അതിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായ ജാഗ്രത പാലിച്ചു പോകേണ്ടതല്ലേ? അന്നേരം നിങ്ങൾ ഏത് പക്ഷമാണ്, ഏത് മുന്നണിയാണ് എന്ന് നോക്കി നിൽക്കലാണ്. ഇതെല്ലാം നോക്കണമെങ്കിൽ മനുഷ്യൻ വേണ്ടേ നാട്ടിൽ? ആ മനുഷ്യന്റെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ചരിത്രം പലതവണ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ മണ്ണിലെ മനുഷ്യരുടെ അതിജീവനത്തിന്റെ കഥകൾ. 2018 കേരളം കണ്ട ഏറ്റവും ഭീകരമായ ഒരു മഹാതാണ്ഡവമായിരുന്നു അന്ന് പ്രകൃതിയുടേത്. ആഗസ്റ്റ് മാസത്തിലെ ആ കറുത്ത ദിവസങ്ങളിൽ ആകാശവും ഭൂമിയും ഒന്നായി പെയ്തിറങ്ങി. മലവെള്ളപ്പാച്ചിലുകൾ നാടുകളെ ഒന്നായി വിഴുങ്ങി. ഉരുൾപൊട്ടലുകൾ ഗ്രാമങ്ങളെ ഭൂപടത്തിൽ നിന്ന് പോലും തുടച്ചു നീക്കി. മുൻപൊന്നുമില്ലാത്ത വിധം പ്രകൃതി ക്ഷോഭിച്ചപ്പോൾ കേരളം മുഴുവൻ ഒരു വലിയ കടലായി മാറി. ലക്ഷക്കണക്കിന് മനുഷ്യർ വീടുകളില്ലാതെ, കുടിവെള്ളമില്ലാതെ ജീവന് വേണ്ടി പിടഞ്ഞു. നാലുപാടും കരച്ചിലുകൾ മാത്രം. പക്ഷേ ആ ഇരുണ്ട രാത്രികളിൽ ഈ നാടിനൊരു വലിയ കൈത്താങ്ങുണ്ടായി. അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ഉരുക്കുപോലെയുള്ള ആത്മവിശ്വാസവും ഇടതുപക്ഷ സർക്കാരിന്റെ കരുത്തുറ്റ ഭരണ സംവിധാനവും ഒരേ മനസ്സോടെ ആ ദുരന്തത്തെ നേരിട്ടു. നമ്മൾ ഒറ്റക്കെട്ടായി ഇറങ്ങുകയല്ലേ, നാം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്ന ആ ഒറ്റ വാക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുടക്കിയപ്പോൾ അത് ഈ നാടിന്റെ ഉറക്കമില്ലാത്ത രാവുകൾക്ക് കാവലായി. ഒന്നിനും വഴങ്ങാത്ത ആ ദൃഢനിശ്ചയത്തിന് മുന്നിൽ പ്രകൃതിയുടെ കോപം പോലും തോറ്റുപോയി. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം കൈകോർത്ത് കേരളത്തിന്റെ സ്വന്തം മക്കൾ, നമ്മുടെ ധീരരായ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് സ്വന്തം വള്ളങ്ങളുമായി ആർത്തലച്ചു വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. സർക്കാർ നൽകിയ ആത്മവിശ്വാസവും ജനങ്ങളുടെ ഐക്യവും ചേർന്ന് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്ന ആ വലിയൊരു കൂട്ടായ്മ തീർത്തു. അതെ, അന്ന് കേരളം കരഞ്ഞില്ല, പൊരുതിരുന്നു. ആ മഹാപ്രളയത്തെ നമ്മൾ തോൽപ്പിച്ചു. ഒരു ജനത ഒന്നായി മാറിയപ്പോൾ പ്രകൃതിയുടെ ക്രൂരതയ്ക്ക് മുന്നിൽ നമ്മുടെ അതിജീവനം ഒരു മഹാകാവ്യമായി മാറി. കാലം വീണ്ടും മുന്നോട്ട് ഉരുണ്ടുപോയിരിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് കേരളം വീണ്ടും പ്രകൃതിയുടെ മറ്റൊരു ദുരന്തമുഖത്തുകൂടി കടന്നു പോവുകയാണ്. വീണ്ടും മഴ കനക്കുന്നു, പുഴകൾ കരകവിയുന്നു, ജനങ്ങളുടെ നെഞ്ചിടിപ്പ് ഉയരുന്നു. എന്നാൽ ഇത്തവണ കേരളം നേരിടുന്നത് വെറുമൊരു പ്രകൃതി ദുരന്തത്തെ മാത്രമല്ല, അതോടൊപ്പം കസേരകളിലിരുന്ന് കൈമലർത്തുന്ന ഭരണാധികാരികളുടെ നിരുത്തരവാദപരമായ ഒരു രാഷ്ട്രീയ ദുരന്തത്തെ കൂടിയാണ്. ഇന്ന് കേരളത്തിൽ പ്രളയഭീതി നിഴലിട്ട് നിൽക്കുമ്പോൾ, ജനങ്ങൾ സർക്കാരിന്റെ സഹായത്തിനായി കൈനീട്ടുമ്പോൾ, ഭരണത്തിന്റെ അമരത്തിരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDF സർക്കാരും എവിടെയാണ് ആ മുൻകരുതലുകൾ? എവിടെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണാധികാരികളുടെ ആ ഉത്തരവാദിത്വം? ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ കണ്ണീരിൽ തൊട്ടുകളിക്കുകയാണ് ഇന്ന് UDF സർക്കാർ. പ്രകൃതിക്ഷോഭം മുന്നിൽ കണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ, ജനങ്ങളെ സുരക്ഷിതരാക്കുന്നതിൽ ഇന്ന് ഭരണകൂടം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പൊള്ളയായ നിലപാടുകളാണ് ഇന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 2018 സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഓരോ മനുഷ്യന്റെയും ജീവന് കാവലായ ഒരു ഭരണകൂടത്തെ കണ്ട ജനങ്ങൾക്ക് ഇന്ന് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ഈ നിസ്സംഗത കാണുമ്പോൾ അമർഷമല്ലാതെ മറ്റെന്താണ് തോന്നുക? പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ ഒളിച്ചോടുമ്പോൾ ജനങ്ങൾ വീണ്ടും ഒറ്റക്കായി പോകുന്ന ഈ കാഴ്ച കേരളത്തോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രമാണ്: ഭരണാധികാരികൾക്ക് വേണമെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാം, ജനങ്ങളുടെ കണ്ണീരൊതുക്കാം, അല്ലെങ്കിൽ നിലവിലെ UDF സർക്കാരിനെ പോലെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിയിടാം. പക്ഷേ കേരളം തളരില്ല. കാരണം ഈ മണ്ണിലെ മനുഷ്യർക്ക് പൊരുതി തോൽപ്പിക്കാൻ അറിയാം. 2018 നാം തീർത്ത ആ മഹാ അതിജീവനത്തിന്റെ ഓർമ്മകൾ ഇന്നും നമ്മുടെ ഞരമ്പുകളിലുണ്ട്. ആ കരുത്തുറ്റ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ ജനങ്ങളെ കാക്കുന്ന യഥാർത്ഥ നേതൃത്വം ഏതാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നാട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർ ജീവനം കൊണ്ട് നെട്ടോട്ടമോടുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എവിടെയായിരുന്നു? ആകാശത്തിലൂടെ തലയുയർത്തി പറക്കുന്ന ഹെലികോപ്റ്ററിൽ സുഖയാത്രയായിരുന്നു. ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കണ്ണീരോടെ കഴിയുമ്പോൾ പ്രളയബാധിത മേഖലകളിൽ ഇറങ്ങി നിന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ട മുഖ്യമന്ത്രി സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാൻ ആകാശമാർഗം പറന്നുയർന്നിരിക്കുന്നു. എന്തുതരം ക്രൂരതയാണിത്? ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആകാശത്ത് ആർഭാടയാത്ര നടത്തുമ്പോൾ താഴെ ഈ മണ്ണിൽ മനുഷ്യർ മുങ്ങി മരിക്കുകയായിരുന്നു. കണ്ണീരൊഴുക്കുന്ന ഒരു ജനതയുടെ വേദനയ്ക്കുമേൽ ഹെലികോപ്റ്ററിന്റെ ഇരമ്പൽ കൊണ്ട് കൊലവിളി നടത്തുകയാണ് UDF സർക്കാരും മുഖ്യമന്ത്രി വി.ഡി. സതീശനും. 2018 സഖാവ് പിണറായി വിജയൻ രാപ്പകലില്ലാതെ വെള്ളക്കെട്ടുകളിലൂടെയും ചെളിവെള്ളത്തിലൂടെയും നടന്ന് ഓരോ ദുരന്തമുഖത്തും നേരിട്ടെത്തി ജനങ്ങൾക്ക് കാവലായ അതേ കേരളത്തിലാണ് ഇന്ന് ജനങ്ങളെ വെള്ളത്തിലാഴ്ത്തി വി.ഡി. സതീശൻ ഹെലികോപ്റ്ററിൽ വായുവിൽ പറക്കുന്നത്. ദുരന്തങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനോ സുഖലോലുപതയ്ക്കോ ഉള്ളതല്ല, ജനങ്ങളുടെ ജീവന് കാവൽ നിൽക്കാനുള്ളതാണ്. ആകാശത്തിരുന്നു പോലും കേരളത്തെ കാണാൻ ശ്രമിക്കാത്ത മുഖ്യമന്ത്രിയെ ഈ നാടിന്റെ മണ്ണിലെ മനുഷ്യർ ഒരിക്കലും പൊറുക്കില്ല. ചരിത്രവും നിങ്ങൾക്ക് മാപ്പ് തരില്ല. അന്ന് 2018 ആ ഭയപ്പെടുത്തുന്ന രാവുകളിൽ ആകാശവും ഭൂമിയും കൈവിട്ടുപോയെന്ന് നമ്മൾ കരുതിയ ആ നിമിഷങ്ങളിൽ ഈ കേരളത്തിന്റെ കാവൽക്കാരനായി ഒരാളുണ്ടായിരുന്നു. ഉറക്കമില്ലാത്ത രാവുകൾ, ആ ദിവസങ്ങളിൽ ആ മനുഷ്യൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. പ്രളയത്തിന്റെ നടുക്കത്തിലേക്ക് ആർത്തലച്ചെത്തിയ കുത്തൊഴുക്കിലേക്ക് നേരിട്ടിറങ്ങിപ്പോയ ആ കരുതൽ അന്ന് മുഖ്യമന്ത്രി കസേരയിലല്ല, മറിച്ച് ഈ നാടിന്റെ ഓരോ മനുഷ്യന്റെയും നെഞ്ചിന്റെ ഉള്ളിലാണ് സഖാവ് പിണറായി വിജയൻ ഇടം നേടിയത്. ഞങ്ങളുണ്ടുകൂടെ എന്ന ആ ഒറ്റ വാക്കിൽ ഒരു ജനത മുഴുവൻ അഭയം പ്രാപിച്ചു. ചെളിവെള്ളം നിറഞ്ഞ വഴികളിലൂടെ തളർന്ന മുഖവുമായി ഓരോ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അദ്ദേഹം കടന്നു വന്നപ്പോൾ അത് വെറുമൊരു മുഖ്യമന്ത്രിയുടെ സന്ദർശനമായിരുന്നില്ല,
കൈവിട്ടു പോകുമെന്ന് കരുതിയ ജീവനുകളിലേക്ക് പ്രതീക്ഷയുടെ ഒരു വലിയ വെളിച്ചം കടന്നു വരുന്നതായിരുന്നു. മക്കളെ എന്ന് ചേർത്തു പിടിക്കാൻ ആളില്ലാതെ കരഞ്ഞ അമ്മമാർക്ക് അന്ന് ആ മനുഷ്യൻ ഒരു മകനായി, ഒരു സഹോദരനായി, എല്ലാം കൊണ്ടും ഒരു വലിയ തുണയായി മാറി. പ്രകൃതിയുടെ മഹാക്രൂരതയ്ക്ക് മുന്നിൽ തളർന്നുപോയ ഒരു ജനതയെ സ്വന്തം തോളിനോട് ചേർത്തു പിടിച്ച് കരകയറ്റിയ ആ സ്നേഹത്തിന്റെ കരുത്ത്, അതാണ് കേരളം. ആ ആർദ്രമായ നേതൃത്വത്തിന്റെ തണലിലാണ് നമ്മൾ അന്ന് പൊരുതി കയറിയതും ഇന്ന് ജീവിക്കുന്നതും. പ്രിയമുള്ളവരെ, ഓർത്തു നോക്കൂ ആ ദിവസങ്ങൾ. പുറത്താഞ്ഞടിക്കുന്ന മഴക്കാറ്റും അകത്ത് നെഞ്ചു തകർക്കുന്ന കരയുന്ന മനസ്സുകളുമായി ഇരുണ്ടുകൂടിയ ആ യാമങ്ങളിൽ ആ ഒരു മുഖം മാത്രമായിരുന്നു കേരളത്തിന് ഒരേ ഒരു ആശ്വാസം. TV സ്ക്രീനുകൾക്ക് മുന്നിൽ കണ്ണു നട്ടിരുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ സർക്കാരുണ്ട്, നമ്മളെല്ലാം രക്ഷിക്കാൻ ഒരാളുണ്ട് എന്ന ഉറച്ച വിശ്വാസം പകർന്നു നൽകിയ ആ സാന്നിധ്യം. എത്രയേറെ രാവുകളാണ് ആ മനുഷ്യൻ ഉറങ്ങാതെ തള്ളി നീക്കിയത്. ഓരോ ജീവനും രക്ഷപ്പെടുത്താൻ, ഓരോ തുള്ളി വെള്ളവും ആഹാരവും എത്തിക്കാൻ വിറങ്ങലിച്ചുപോയ ഭരണ സംവിധാനത്തെ ഒരൊറ്റ മനസ്സോടെ ചലിപ്പിച്ച ആ ഇച്ഛാശക്തി. ആ പ്രളയക്കെടുതിയുടെ നടുവിലും കേരളം തോറ്റുപോകാതിരുന്നത് ആ മുഖ്യമന്ത്രിയുടെ നെഞ്ചുറപ്പും ജനങ്ങളോടുള്ള ആ അടിയുറച്ച സ്നേഹവും കൊണ്ട് മാത്രമാണ്. അന്ന് ആ ക്യാമ്പുകളിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ദുരിതത്തിന്റെ കരിനിഴൽ വീണ മുഖങ്ങളിലേക്ക് നോക്കി ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകളുണ്ട്: നമുക്കൊന്നിച്ച് നേരിടാം, ആരെയും ഒറ്റയ്ക്ക് വിടില്ല. ആ വാക്കുകൾ വെറുമൊരു വാക്കുകൾ മാത്രമായിരുന്നില്ല, അതൊരു ജനതയുടെ ജീവവായുവായി മാറുകയായിരുന്നു. സ്വന്തം സുരക്ഷയോ വിശ്രമമോ നോക്കാതെ പ്രളയത്തിന്റെ നടുക്കടലിലേക്ക് സ്വയം ഇറങ്ങിച്ചെന്ന ആ കരുതൽ, ചരിത്രം മായാത്ത അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച ആ സ്നേഹത്തിന് മുന്നിൽ ഈ കേരളം ഇന്നും ശിരസ് നമിക്കുന്നു. പ്രകൃതി അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കാട്ടിയപ്പോഴും കേരളത്തിന്റെ മണ്ണിൽ മനുഷ്യ സ്നേഹം തോറ്റുപോകാതിരുന്നത് അതുകൊണ്ട് മാത്രമാണ്. പണത്തിന്റെയും അധികാരത്തിന്റെയും ബലത്തിലല്ല, മറിച്ച് ജനങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടും പ്രതിസന്ധികളിൽ പതറാത്ത ആത്മവിശ്വാസം കൊണ്ടും മാത്രം അടയാളപ്പെടുത്തപ്പെട്ട ഒരു ഭരണകാലം. ആ പ്രളയരാവുകളിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്: ഒരു നാടിനെ നയിക്കേണ്ടവൻ എങ്ങനെയുള്ളവനായിരിക്കണമെന്ന്. അധികാരത്തിന്റെ ഗർഹോ ആഡംബരങ്ങളോ ഇല്ലാതെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മുന്നിൽ നിന്ന ആ മനുഷ്യൻ, സഖാവ് പിണറായി വിജയൻ. രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിക്കും മതത്തിനും അപ്പുറമായി ഒരു ജനത മുഴുവൻ ഒരു കുടുംബം പോലെ കൈകോർത്ത ആ ദിവസങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിൽ മാത്രമല്ല, ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ എന്നേക്കുമായി മായാതെ കിടപ്പുണ്ട്. ആ നേതൃത്വത്തിന്റെ കരുതലാണ് അന്ന് നമ്മെ തരാതരം പോലെ തകർന്നടിയാൻ അനുവദിക്കാതെ ഇന്നത്തെ ഈ കേരളമാക്കി മാറ്റിയെടുത്തത്. അതെ, ആ മനുഷ്യനും ആ സർക്കാരും നമുക്ക് പകർന്നു നൽകിയ ഒരു പാഠമുണ്ട്: എത്ര വലിയ മഹാമാരിയോ പ്രളയമോ വന്നാലും ഒരൊറ്റ മനസ്സോടെ ഉറച്ചൊരു നേതൃത്വത്തിന്റെ കീഴിൽ പൊരുതി കയറിയാൽ നമുക്ക് തോൽപ്പിക്കാൻ കഴിയാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന്. എന്തെല്ലാം നിലയിലാണ് നമ്മുടെ നാട് മാറുന്നതെന്നാണ് നോക്കേണ്ടത്. ആളുകളെ നമ്മൾ തള്ളി വിട്ടുകൊടുക്കുകയാണോ വേണ്ടതിന്? ഇങ്ങനൊരു മഹാമാരി വരുമ്പോൾ അതിന്റെ മുന്നിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ആവശ്യമായ ജാഗ്രത പാലിച്ചു പോകേണ്ടതല്ലേ? അന്നേരം നിങ്ങൾ ഏത് പക്ഷാണ്, ഏത് മുന്നണിയാണ് എന്ന് നോക്കി നിൽക്കലാണ്. ഇതെല്ലാം നോക്കണമെങ്കിൽ മനുഷ്യൻ വേണ്ടേ നാട്ടിൽ? ആ മനുഷ്യന്റെ കൂടിയല്ലേ നമ്മൾ നിൽക്കേണ്ടത്? ദുരന്തങ്ങളുടെ തീരാക്കയങ്ങളിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു: ദുരന്തങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് കരകയറി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതോടൊപ്പം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു: ഒരു മഹാമാരിയുടെ മുമ്പിലും, ഒരു പ്രളയത്തിന്റെ മുമ്പിലും, ഒരു പ്രകൃതിക്ഷോഭത്തിലും നിങ്ങളെ വിട്ടു നിൽക്കാതെ നിങ്ങളുടെ മുമ്പിൽ കാവൽക്കാരനായി നിങ്ങളെ സഹായിച്ച ഒരു മനുഷ്യനെ മറന്ന് അപവാദങ്ങളുടെയും നുണകളുടെയും പിറകെ പോയി മനുഷ്യത്വമില്ലാത്തവരുടെ കൈകളിലേക്ക് കേരളം എന്ന സ്വന്തം നാടിനെ ഏൽപ്പിച്ചപ്പോൾ പ്രകൃതി പോലും കരഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രകൃതി ഒന്നുകൂടി ക്ഷോഭിച്ചിട്ടുണ്ടാകും. ആ നല്ല കാലവും ഈ കെട്ടകാലവും തിരിച്ചറിയാനായിരിക്കാം പ്രകൃതി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പ്രകൃതിക്ഷോഭമായി എത്തിയതെന്ന് പറയാനല്ലാതെ കഴിയില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു.